ശബരിമല സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നു. ഇത് ചെമ്പ് പാളി എന്ന രേഖയുണ്ടാക്കി ഗൂഢാലോചന നടത്തി. മഹസറുകളിലും വെറും ചെമ്പ് തകിടുകൾ എന്ന് രേഖപ്പെടുത്തുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീരാജ് ബാബു നൽകും വിവരങ്ങൾ. ശ്രീരാജ്, ഗൂഢാലോചന സുധീഷ് കുമാറിന്റെ പങ്ക് വെളിപ്പെടുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിലെ മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും മൊഴിയിൽ സുധീഷ് കുമാറിനെതിരെ പരാമർശങ്ങൾ കൃത്യമായും ഉണ്ടായിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താനായി അവസരമൊരുക്കിയതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സുധീഷ് കുമാർ ചെയ്തു കൊടുത്തു എന്ന് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നു. ഇത് ചെമ്പ് പാളി എന്ന രേഖയുണ്ടാക്കാൻ വേണ്ടുന്ന സഹായം ചെയ്തു. പാളികൾ അയച്ചു മാറ്റുമ്പോൾ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം സുധീഷ് കുമാർ ഉറപ്പാക്കിയില്ല എന്നീ കാരണങ്ങളെല്ലാം തന്നെ ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് പങ്കുള്ളതായി കരുതാൻ അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് സാധിച്ചു. ഈ ചെമ്പ് പാളികളെന്ന് എഴുതുകയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി ഇവ കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ സുധീഷ് കുമാറിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. മഹസറുകളിൽ വെറും ചെമ്പ് തകിടുകൾ എന്ന തരത്തിൽ രേഖപ്പെടുത്തിയത് ബോധപൂർവമാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് നിലവിലിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. തിങ്കളാഴ്ചയാകും ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കൊടുക്കുക. അരുണ്യ. ശരി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.